ലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയിൽ കാണുന്ന രണ്ടും കൽപ്പിച്ച് ശിവശങ്കരനും അതോടൊപ്പം തന്നെ രാജീവനും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ്. ഒരു പക്ഷേങ്കിൽ SIയെയോ അല്ലെങ്കിൽ CAയോ കണ്ട് കാര്യങ്ങൾ പറയുവാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അവർക്ക് അറിയത്തില്ലോ എത്ര വലിയ പ്രശ്നമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതെന്നുള്ളത്. ജാമ്യം പോലും കിട്ടാത്ത വകുപ്പിലാണ് അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല പോക്സോ കേസിലും മിക്കവാറും ഉൾപ്പെടുത്താൻ ചാൻസ് ഉണ്ട്. ഇതൊന്നും ചിന്തിക്കുക പോലും ചെയ്യാതെയാണ് അവർ ചെന്നങ്ങോട്ട് കയറി കൊടുക്കുന്നത്. ഒടുവിൽ SIയുടെ മുന്നിലേക്ക് ചെല്ലുവാണ് രാജീവനും ശിവശങ്കരനും. അപ്പോഴേക്ക് SI ചോദിച്ചു, എന്താ കാര്യം? അപ്പോഴേക്ക് ശിവശങ്കരൻ പറഞ്ഞു, സാറേ അറിയാലോ എൻ്റെ മോനാണ് ഹരിശങ്കർ, അതുപോലെ തന്നെ രോഹിത് എൻ്റെ പെങ്ങടെ മോനാന്ന് പറഞ്ഞു. അവർക്കൊരു അബദ്ധം പറ്റിപ്പോയതാ സാറേ, എങ്ങനെയെങ്കിലും അവരെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ SI പറഞ്ഞു, അബദ്ധമോ? എടാ പാവം പിടിച്ച ഒരു പെൺകൊച്ചിനെ 3-4 പേര് ചേർന്ന് പീഡിപ്പിച്ചു, അതാണോ അബദ്ധം? അതൊരിക്കലും അബദ്ധം എന്നൊന്നും പറയാൻ പറ്റില്ല, അവര് കാണിച്ചുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ്. സാറേ ഇനി എന്താ ചെയ്യണ്ടേ? എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരാവോ? ഒന്നും ചെയ്യാനില്ല, ജാമ്യം പോലും കിട്ടത്തില്ല അറിയാവോ സാറേ. എങ്ങനെയെങ്കിലും പുറത്തിറക്കാനായിട്ട് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞല്ലോ. അവരെ പുറത്തു കൊണ്ടാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല, നടക്കുന്ന കാര്യമല്ല. നിങ്ങൾ ഇനിയിപ്പോൾ അതിനുവേണ്ടി മെനക്കണ്ട. അല്ല ഞങ്ങൾ CI സാറിനെയും കൂടെ ഒന്ന് കണ്ടിട്ട്. CI കണ്ടതുകൊണ്ട് ഒരു പ്രയോജനമില്ല. നിങ്ങൾ വല്ല വക്കീലന്മാരെ ഏർപ്പെടുത്താൻ നോക്ക്. പക്ഷെ വക്കീലിനെ ഏർപ്പെടുത്തിയാലും ജാമ്യം പോലും കിട്ടത്തില്ല. ആൾക്കാരൊക്കെ ഇളകിയിരിക്കുക അറിയാലോ. ഒരു പെൺകുട്ടിയെ 3-4 ആൾക്കാർ ചേർന്ന എടോ മക്കളെ വളർത്തുവാണ്, കുറച്ച് ഒരു അടുക്കത്തോടും ഒതുക്കത്തോടും വളർത്തണം. ഇങ്ങനെയൊക്കെയാണോ നീയൊക്കെ മക്കളെ വളർത്തി വിടുന്നേ എന്ന് വേണ്ട നല്ല രീതിയിൽ തന്നെ പറയണം. പിന്നെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് കയറി വന്ന് പുറത്തു വന്ന മീഡിയക്കാരെ കണ്ടോന്ന് ചോദിച്ചു. കണ്ടു, പക്ഷെ അവർക്ക് ഞങ്ങൾ ആരാന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അതെന്താണെന്ന് നന്നായി. ഇനിയിപ്പോൾ ഹരിശങ്കറിൻ്റെ അതുപോലെ രോഹിത്തിൻ്റെ ബന്ധുക്കളും അച്ഛനും ഒക്കെ അന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ മീഡിയക്കാർ നിങ്ങളെ പൊതിയും. വന്ന പോലെ തന്നെ നിങ്ങൾ തിരികെ പോവില്ല എന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ മകനെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്തേ ലോക്കപ്പിൽ കിടക്കുന്നുണ്ടോ അവന്മാര്? അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശിവശങ്കരന് ഭയങ്കര ടെൻഷനായി. ശിവശങ്കരൻ അങ്ങോട്ട് പോയി നോക്കുകയാണ്. നോക്കിക്കഴിഞ്ഞപ്പം ഷർട്ട് പോലും ഇടാതെ രോഹിത്ത് ഹരിശങ്കറൊക്കെ കിടക്കുന്ന കാഴ്ചയെ കണ്ടത്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശിവശങ്കരൻ്റെ കണ്ണ് നിറഞ്ഞു വന്നു. എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനിയിപ്പോൾ സഹിക്കാനുള്ളത് സഹിച്ചിട്ട് മാത്രമേ കാര്യമുള്ളൂ. ഈ സമയത്ത് SI അങ്ങോട്ട് വന്നു. SI വന്നിട്ട് പറഞ്ഞു, അതേ അധിക സമയം ഇവിടെ നിൽക്കേണ്ട, ഉള്ള നേരത്തെ പോകാൻ നോക്ക്, ഇവിടെ നിന്നുകൊണ്ട് ഒരു പ്രയോജനം ഇല്ലയെന്ന് പറഞ്ഞു. പിന്നെ ഈമാർ ഇവിടുന്ന് പെട്ടെന്നൊന്നും ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും എങ്ങനെയോ അറിഞ്ഞു മാധ്യമങ്ങളൊക്കെ വന്നിരിക്കുന്ന ഹരിശങ്കറിൻ്റെ രോഹിത്തിനും ബന്ധുക്കാരും അച്ഛനും എന്നുള്ള കാര്യം. അപ്പോഴേക്കും മാധ്യമങ്ങളെല്ലാം പുതിയാൻ തുടങ്ങുകയാണ്. നാട്ടുകാരൊക്കെ അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങുമ്പോഴത്തേനും പെട്ടെന്ന് കാറിലേക്ക് ചാടി കയറി. അല്ലെങ്കിൽ ഉറപ്പായിട്ടും തല്ല് കിട്ടിയാനും. എന്താണെങ്കിലും തല്ല് കിട്ടാതെ ഒരു വിധത്തിൽ ആ കാറിലേക്ക് കയറുന്നേ. ആ സമയം രാജീവും പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും ശിവേട്ട? എന്ത് ചെയ്യാനാന്ന് പറ. ഇത്രയ്ക്കൊരു പ്രശ്നമൊന്നും അറിയത്തുണ്ടായിരുന്നില്ല. എടാ എനിക്ക് അവനെ കണ്ടിട്ട് സഹിക്കുന്നില്ലടാ, അവൻ്റെ ആ നിപ്പും ഭാവവും ഒക്കെ. എന്ത് ചെയ്യാനാന്ന് പറ. നമ്മളിങ്ങനെ അനുഭവിച്ചല്ലേ മതിയാവുള്ളൂ. എങ്ങനെയെങ്കിലും കുറച്ച് പൈസ കൊടുത്ത് ഒതുക്കി തീർക്കാൻ പറ്റുമെങ്കിൽ അതൊരു നല്ല കാര്യമായിരുന്നു തോന്നേ. ശിവശങ്കരൻ പറഞ്ഞു, ഇനി എന്ത് ചെയ്യാനാന്ന് എനിക്കറിയില്ല. എന്ത് ചെയ്താലാ? ആരോട് പറയാനാ? പറഞ്ഞിട്ടൊരു കാര്യമുണ്ടെന്ന് തോന്നില്ല. പിന്നീട് അവർ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. വൈജയന്തിനെ കാണണമല്ലോ. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി ചോദിച്ചു, ശിവേട്ട എന്തായി കാര്യങ്ങൾ? ഹരിയെ രോഹിത്തിനെ കണ്ടോ? അവർക്ക് ജാമ്യം കിട്ടിയോ? അവർക്ക് തല്ലി വല്ലതും കിട്ടിയോ? എന്തെങ്കിലും 100 ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശിവശങ്കരൻ പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയാതിരിക്കുന്നത് നല്ലത്. ജാമ്യം കിട്ടാൻ പോയിട്ട് അവരെ പെട്ടെന്നൊന്നും പുറത്തിറക്കാൻ പറ്റുമെന്ന് പോലും തോന്നില്ല. പോലീസുകാരും അതുപോലെ തന്നെ നാട്ടുകാരൊക്കെ ചോദിക്കുന്ന ഓരോ ചോദ്യം കേട്ട് തൊലി ഉരിഞ്ഞു പോവാന്ന് പറഞ്ഞു. വൈജയന്തി പറഞ്ഞു, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്ക് ശിവേട്ട, രോഹിത്ത് പാവമാന്ന് പറഞ്ഞു. അതെ, പാവമാന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അറിയാലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താക്കിയാന്ന്. ഇനിയിപ്പം വന്നതിൻ്റെ ബാക്കി നോക്കുക മാത്രമേ രക്ഷയുള്ളൂ. ഞങ്ങൾ ഞങ്ങളുടേതായ രീതിക്കൊക്കെ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും വൈജയന്തി ചോദിച്ചു, അവരെ നല്ലവണ്ണം ഉപദ്രവിച്ചോ എന്ന് ചോദിച്ചു. ഉപദ്രവിച്ചോന്നോ? നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. ഞാൻ അച്ഛനായി പോയില്ലേ, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പോയത്. വൈജയൻ നീ ഇവിടെ കിടക്കുന്നതുകൊണ്ട് കാര്യങ്ങളൊന്നും അറിയത്തില്ല. പുറത്തേക്ക് ഇറങ്ങി ചെല്ലണം. അവിടെ പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വായിലിരിക്കുന്ന എത്രമാത്രം ചീത്ത കേട്ടെന്നറിയാവോ? രാജീവും പറഞ്ഞു, ശിവേട്ട ഇനിയിപ്പം അടുത്ത നടപടി എന്താന്ന് നോക്കണം. അപ്പോഴേക്കും വൈജയ പറഞ്ഞു, അല്ല ബാലേന്ദ്രനെ കണ്ടോ? ബാലേന്ദ്രൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിച്ചു. ബാലേന്ദ്രനെ കാണാനായിട്ട് അങ്ങോട്ട് പോയില്ല. പോയ കാണണം. ഇനിയിപ്പോൾ കണ്ടിട്ട് അങ്ങേരെ എന്ത് ചെയ്യാനായിട്ടാ?
അങ്ങനെ ആ കിടക്കുമല്ലേന്ന് ചോദിച്ചു. വൈജയന്തി പറഞ്ഞു, എനിക്ക് എഴുന്നേക്കാനെങ്കിലും പറ്റുമായിരുന്നെങ്കിൽ ഞാൻ എന്തേലും ചെയ്താനും. ആ പെങ്കൊച്ചിൻ്റെ കയ്യെ കാലെ പിടിച്ചിട്ടാണെങ്കിലും നടന്നത് തന്നെയാ. ഇത് നാട്ടുകാരും ഇളകി. അതുമാത്രമല്ല, വലിയ പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. നിനക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലാത്തതുകൊണ്ടാണ് വൈജയ്. ഞങ്ങൾ ഞങ്ങളുടേതായ രീതിക്ക് നോക്കുന്നുണ്ട്. ഇതേ ഇവൻ സിംഗപ്പൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുക. ഞാൻ ദുബായിൽ നിന്നും വന്നു. ഞങ്ങളെക്കൊണ്ട് പോലും പറ്റുന്നില്ല. പൈസ കൊടുത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞങ്ങൾ ആ രീതിക്ക് ചെയ്താനും. പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. ഒടുവിൽ വൈജയന്തി ഒരു വിധത്തിൽ സമാധാനിപ്പിച്ചിട്ട് രണ്ടുപേരും കൂടെ നേരെ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വന്നു. ബാലേന്ദ്രൻ്റെ അടുത്ത് ചെന്നപ്പോൾ ബാലേന്ദ്രൻ ചോദിച്ചു, നിങ്ങൾ സ്റ്റേഷനിൽ പോയോ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്ക് ശിവശങ്കരൻ പറഞ്ഞു, പോവുകയൊക്കെ ചെയ്തു. പക്ഷെ അതും കൊണ്ടൊന്നൊരു പ്രയോജനം ഉണ്ടായില്ല. ഞങ്ങൾ കാര്യങ്ങളൊക്കെ പോയി സംസാരിച്ചു. പക്ഷെ അവർ പുറത്തു വിടാനായിട്ട് ഒരുക്കമല്ല. ജാമ്യം പോലും കിട്ടത്തില്ല എന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ പറഞ്ഞു, എന്ത് ചെയ്യാനെ, മക്കളായി പോയില്ലേ, തല്ലിക്കൊല്ലാൻ പറ്റുമോ? അവരിങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചോ ഇല്ലല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ഡോക്ടറോട് ചോദിച്ചാൽ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു പോകാൻ പറ്റുമായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ഞാൻ ആരുടെയും കയ്യേക്കാലെ സ്വാധീനിച്ച് എങ്ങനെയും അവരെ പുറത്തിറക്കാൻ നോക്കിയാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, അങ്ങനെ വല്ലതും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അങ്ങനെ എന്തേലും വരണമെങ്കിൽ ഇനിയിപ്പോൾ ആ പെങ്കൊച്ചി വിചാരിക്കണം. പക്ഷെ അതങ്ങനെയും പറ്റത്തില്ലോ. സ്വമേധയാ കേസൊക്കെ എടുക്കില്ലേ. ഇനി ആ പെങ്കൊച്ചിന് ഇനിയിപ്പം കേസില്ല എന്ന് പറഞ്ഞാൽ പോലും ഇവിടെ കുറേ കമ്മീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അവർ വെറുതെ ഇരിക്കില്ല. അവർ സ്വമേധയാ കേസെടുക്കും. പിന്നെ ജാമ്യം പോലും കിട്ടത്തില്ല. അതാ ടെൻഷന്. ഈ സമയം ബാലേന്ദ്രൻ പറഞ്ഞു, അല്ല വേറെ നല്ലൊരു വക്കീലിനെ കണ്ടാലോ? ഏത് വക്കീലിനെ കണ്ട് കാര്യമില്ല. ഞങ്ങൾ ഞങ്ങളുടേതായ രീതിക്ക് നോക്കി. പിന്നെ ചോദിച്ചവരോടൊക്കെ പറയാം. അവർ പറയുന്നത് ജാമ്യം കിട്ടാൻ പോലും വകുപ്പില്ലെന്നാണ് പറയണേ. അതൊക്കെ ഓർത്തിട്ട് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞു. ആ സമയം ബാലേന്ദ്രൻ പറഞ്ഞു, അതെ അവിടെ അറിയാലോ, കൃഷ്ണയുടെ ഭവിതയുടെ അലീനയുടെ കാര്യം അറിയാലോ. അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാനിവിടെ ആയിപ്പോയല്ലോ. ഇനിയിപ്പോൾ നാട്ടുകാരൊക്കെ വീട്ടിലേക്ക് കയറി വരുമോ? എനിക്ക് 100 കൂട്ടം ടെൻഷനുണ്ട്. എൻ്റെ അവസ്ഥ നിങ്ങളോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ ബാലേന്ദ്രൻ പറയണം. ബാലേന്ദ്രൻ നല്ല പേടിയാണ്. 3 പെൺകുട്ടികൾ മാത്രമേ വീട്ടിലുള്ളൂ. കാരണം ഇങ്ങനെ ഒരു പ്രശ്നം നടന്നുകൊണ്ട് നാട്ടുകാരൊക്കെ ഇളകിയ വല്ല പ്രശ്നമാകുമെന്ന്. ഈ സമയത്ത് രാജീവും പറഞ്ഞു, ഇനിയിപ്പോൾ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, അലീനയെ വല്ല സ്വാധീനിക്കാൻ. അലീനയെ സ്വാധീനിക്കാനോ? അതെ, അലീനയെ കൊണ്ട് ചിലപ്പം പറയിപ്പിക്കുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പം നടന്നെന്നിരിക്കും. അല്ല, അലീനയ്ക്ക് ആ DYSP ആയിട്ട് ബന്ധമുണ്ടെന്നല്ലേ പറഞ്ഞേ? അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അലീനയ്ക്ക് അതിന് DYSP ആയിട്ട് ബന്ധവും കാര്യങ്ങളൊന്നുമില്ല. അതെങ്ങനെയാ? ആ രേവതിക്കുട്ടി അവരുടെ വീട്ടുകാർ കനിഞ്ഞുകൊണ്ട് മാത്രം അലീന പുറത്തിറങ്ങിയത്. അല്ലായിരുന്നെങ്കിൽ പാപം ഒരു തെറ്റും ചെയ്യാതെ ആ പെങ്കൊച്ചുകൂടെ അകത്ത് കിടക്കേണ്ട വന്നേനം. ഇനിയിപ്പം അലീനയെ സ്വാധീനിച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറഞ്ഞു. ഒടുവിൽ അവർ ഒന്നുകൂടെ വൈജയന്തിയെ കാണാനായിട്ട് കയറി തിരിച്ചു പോകുന്ന സമയത്ത് പിന്നീട് വൈജയന്തിയോട് പറഞ്ഞു, ഇനിയിപ്പം ഞങ്ങൾ നോക്കിയിട്ടൊരു മാർഗം മാത്രമേ ഉള്ളൂ, അലീന. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ വൈജയന്തി ചോദിച്ചു, അവളോ? അതെ, അവൾ പുറത്തിറങ്ങിയത് ആ DYSPയുടെ കാരണം കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ആ DYSP വിചാരിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടക്കും. പക്ഷേങ്കിൽ അവളോട് സംസാരിക്കണം. നീ അവളോടൊന്ന് സംസാരിക്കാമെന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ വൈജയന്തി ചോദിച്ചു, ഞാനോ? എന്നെക്കൊണ്ടൊന്നും പറ്റില്ല എന്നൊക്കെ പറയണം. ഒടുവിൽ ശിവശങ്കരനൊക്കെ പറഞ്ഞു, വേണമെങ്കിൽ മതി, എനിക്ക് നിർബന്ധമൊന്നുമില്ല. നിനക്ക് ഇത്ര പോലും പറ്റത്തില്ലല്ലേ വൈജയ്? നീ ഇപ്പോഴും നിന്റെ വാശിയും വൈരാഗ്യം കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ? ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എവിടം വരെ എത്തും കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ദേഷ്യപ്പെടുകയാണ് വൈജയന്തിയോട്. വൈജയന്തിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.